സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതങ്കാലദേശാവതിഭ്യാം നിർമുക്തം നിത്യമുക്തം ദിഗമചരസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധിതാക്ഷാത് ഗുരുവോനപുരേ അന്ധവാക്യഞ്ജനാനാം. നമസ്കാരം. സനാതനധർമ്മ സംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് നാരായണീയത്തിൽ മത്സ്യാവതാര ചരിതം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. വളരെ വലിയ, ചിന്തിക്കാനാവാത്ത വലിപ്പത്തിൽ ഭഗവാൻ മത്സ്യമൂർത്തിയായി അവതരിച്ചു. ഭൂമി ദേവിയോടൊരു തോണിയാകാൻ പറഞ്ഞു. ഭഗവാനും അതിൽ കയറി. തോണി വെള്ളത്തിലിങ്ങനെ നീങ്ങാൻ തുടങ്ങുമ്പോഴാണ് സത്യപ്രതനെ കാണുന്നത്. അപ്പം ആ സത്യപ്രതനോട് അതിൽ കയറാൻ പറയുകയാണ്. നിലയില്ലാണ്ട് ഇനി ബുദ്ധിമുട്ടുണ്ടാകുക, ഇതിൽ കയറിക്കോളൂ. ജഷാകൃതിം യോജനലക്ഷദീർഘാം ദദാനമുച്ചേ തരതേജസം ത്വാം നിരീക്ഷ്യ തുഷ്ടാമുനയർത്തുക്ത്യ തുത്തുംഗശൃംഗേധരണിം ബബന്ധു. മുനയ, സത്യപ്രതനും മഹർഷിമാരും യോജനലക്ഷദീർഘാം ജഷ, ലക്ഷം യോജന വിസ്താരമുള്ള മത്സ്യാകൃതിയെ ധരിച്ചവനും അതിമഹാതേജസ്വിയും ആയ നിന്ദ്രവടിയെ കണ്ടിട്ട് അത്ഭുതപ്പെട്ടു, ആനന്ദത്തിലും മുഴുകി. ഇത്രയും വലിയൊരു മത്സ്യം ഉണ്ടാവില്ല, അത് ഈശ്വരൻ തന്നെ. ഈശ്വരനെ ഇത് രൂപം കൊടുക്കാൻ പറ്റുമല്ലോ, അതെന്തൊരു ഭാഗ്യമാണ്. അങ്ങനെയുള്ള ഈശ്വരനെ കാണുക എന്ന് വെച്ചാൽ മഹാഭാഗ്യം തന്നെയാണ്. അതുകൊണ്ടാണ് അവർ ആനന്ദിതരായി. ഈ മഹാഭാഗ്യം നമുക്ക് സിദ്ധിച്ചല്ലോ, മത്സ്യമൂർത്തിയെ കാണാനുള്ള കാലത്ത് നമുക്ക് ജീവിക്കാൻ തരാവുക. അതുകൊണ്ടാണല്ലോ കണ്ടത്. അവർ ആനന്ദിച്ചു. ദദാനമുച്ചേത്തര തേജസത്വം, അതിതേജസ്വിയായിട്ടുള്ള ഭഗവാൻ, മത്സ്യമായിക്കോട്ടെ കൂർമ്മയായിക്കോട്ടെ വരാഹായിക്കോട്ടെ, എവിടെ വന്നാലും ഭഗവാന്റെ തേജസ് ഉണ്ടോ കുറയണു. വരാഹായിട്ട് വന്നാലും വരാഹത്തിൻ്റെ ഒന്നും ആവില്ല മുഖത്ത് നോക്കിയാൽ, കാരണം അത് ആരാന്നുള്ളത് അല്ലേ, ആ ഒരു തേജസ് ഉണ്ടാവും. നിരീക്ഷ്യ തുഷ്ട, അതിനെ കണ്ടിട്ട് മഹർഷിമാർ സന്തോഷിച്ചു. മുനയ തുഷ്ട, മുനി നിരീക്ഷ്യ തുഷ്ട, മഹർഷിമാർ കണ്ടിട്ട് സന്തോഷിച്ചു. ഭഗവാൻ പറഞ്ഞു, ആ തോണി ഇതിൽ കയറിക്കോളൂ സത്യവ്രത, ഈ തോണിയിൽ കയറിക്കോളൂ. വെള്ളത്തിൽ നിലയില്ലാണ്ട് ബുദ്ധിമുട്ടുണ്ടാകും, അങ്ങേക്ക് വേണ്ടിയാണ് ഈ തോണി ഞാൻ ഇപ്പോൾ ഇവിടെ ഏർപ്പാടാക്കിയത്, കയറിക്കോളൂ എന്ന് ഭഗവാൻ പറഞ്ഞു. അങ്ങനെ അതിലാണ്ട് കയറുകയാണ്. ത്വദുക്തിയ, അങ്ങയുടെ ആജ്ഞയാൽ, വാക്കിനാൽ, ആദേശകരം എന്നല്ല പറഞ്ഞ പോലെ ഭഗവൻ നിർദ്ദേശത്താൽ എന്ത് ചെയ്തു? ആ തോണിയിൽ കയറി. നിരീക്ഷ്യ തുഷ്ട മുനയർത്തുക്ത്യ ത്വത്തുംഗശൃംഗേ ധരണിം ബബന്ധു. തരണിം ബബന്ധു, ആ മത്സ്യത്തിന് മുകളിലേക്ക് കാണാവുന്നൊരു കൊമ്പ് പോലത്തെ ഒരു ഭാഗമുണ്ട്, ഒരു കൊമ്പ്, അതിങ്ങനെ വെള്ളത്തിൻ്റെ മുകളിൽ കാണാറുണ്ട്. അതിലേക്ക് ഈ തോണിയെ ചേർത്ത് കെട്ടാൻ പറഞ്ഞു. അല്ലെങ്കിൽ അത് ഇളകും തോണി, നല്ല തിരമാലകളുണ്ട്, ധാരാളം വെള്ളമുണ്ട്, ചെറിയ സംഗതി ഒന്നുമല്ല അവിടെ നടക്കണം. ഈ തോണി അതിൽ മുങ്ങി പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ നിർദ്ദേശിച്ചതാണ് ഒരു കെട്ട്, ഈ കൊമ്പോട് ചേർത്താണ്ട് കെട്ടിക്കോളൂ, ഇളക്കം അവിടെ നിൽക്കും. ത്വത്തുംഗശൃംഗേ, ത്വത് അങ്ങയുടെ ഉയരത്തിൽ കാണപ്പെടുന്ന ശൃംഗത്തിൽ തരണിം ബബന്ധു, ഈ സംസാരമാകുന്ന സാഗരത്തിലെ ഇളകിയും കൊണ്ടാണ് നമ്മളൊക്കെ ഇരിക്കുന്നത്. പലപ്പോഴും സ്വസ്ഥതയില്ല, ഉണ്ടോ? സ്വസ്ഥതയില്ലാത്ത അവസ്ഥയ്ക്കാണല്ലോ നമ്മൾ ഇളക്കം 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 എന്ന് പറയുക. ഈശ്വരനാകുന്ന ആ ഒരു തത്വത്തിനോട് ഏത് തോണി പിടിച്ച് കെട്ടണം? നമ്മുടെ ശരീരമാകുന്ന തോണി. ഏകാശില പറയേണ്ട തന്നെ ഉണ്ടല്ലോ, മനുഷ്യ ശരീരമാകുന്ന തോണിയെ പിടിച്ച് കെട്ടണം, ഗുരുവാകുന്ന എന്നാണ് അവിടെ പറഞ്ഞത്. അതേപോലെ സംസാരത്തിൽ വന്നുപെട്ട നമുക്ക് സ്വസ്ഥതയും ഇളക്കമില്ലായ്മയും ഉണ്ടാവണം, ഉറപ്പുണ്ടാവണം. എന്തുണ്ടാവണം? ഭഗവാനാകുന്ന
ആ ഒരു തത്വത്തിലേക്ക് നമ്മുടെ മനസ്സിനെ ചേർത്ത് ഉറപ്പിച്ച് അവിടെ നിർത്തുക. എന്നാൽ യാതൊരു കമ്പനങ്ങളും ഉണ്ടാവില്ല. അതൊരു തത്വമാണ് ശരിക്കും കഥയിൽ കൂടെ കാണിച്ചത്. ജശാകൃതിം യോജനലക്ഷദീർഘാം, 1,00,000 യോജന നീളമുള്ള മത്സ്യത്തെ കണ്ടിട്ട് ദധാനമുച്ചേത്തര തേജസന്ത്വം, തേജസ്വിയായിട്ടുള്ള അങ്ങയെ കണ്ടു. മഹർഷിമാരോട് കൂടിയിട്ട് അവരെല്ലാം സന്തോഷിച്ചു. നിരീക്ഷ്യ തുഷ്ടാമുനയർത്തൊതുക്കുതിയ, അങ്ങ് പറഞ്ഞതനുസരിച്ചിട്ട് തുംഗശൃംഗേ തരണീം ബബന്ധു. തരണി പറഞ്ഞാൽ അവിടെ നൗക അല്ലെങ്കിൽ തോണി. പ്ലവം സുകൽപ്പങ്കുരുകർണധാരം മയാനുകൂലേന നഭസ്വരേരിതം പുമാൻ ഭവാം ദിംസതരേ സാത്മക. ചോദ്യം ഏകാദശത്തിലെ ശ്ലോകമുണ്ട്. ഈ സംസാരമാകുന്ന സാഗരത്തെ കടക്കാൻ തന്ന തോണിയാണ് ശരീരം. അതിനെ ഭഗവത് പാദപത്മത്തോട് ചേർത്ത് കെട്ടുക. ഇത് ഓടിക്കേണ്ടത് ഗുരുനാഥനാണ്. ഗുരുനാഥനാകുന്ന കപ്പിത്താനെയും കൊണ്ട്. ആ ഒരു ശ്ലോകത്തിന് ഏകദേശം നമുക്ക് തോന്നും ഇത് വായിച്ചു കഴിഞ്ഞാൽ. ആകൃഷ്ടനൗകോ മുനിമണ്ഡലായ പ്രദർശയൻ വിശ്വജഗത് വിഭാഗാൻ സംസ്തൂയമാനോ നൃവരേണതേന ജ്ഞാനം പരം ജോപതിശന്നചാരീ. പറയണം, മത്സ്യമൂർത്തിയായ ആകൃഷ്ടനൗക, ഇന്ദുരുവടിയുടെ ഭൂമിയാകുന്ന വഞ്ചി സുഖമായിട്ട് വെള്ളത്തിൽ നീങ്ങി, മുങ്ങിയില്ല, മറിഞ്ഞില്ല, ഒന്നും ചെയ്തില്ല. കാരണം ഭഗവാന്റെ പാദപത്മത്തോട് ചേർത്താൽ പിന്നെ അതിന് യാതൊരു കുഴപ്പവും ഉണ്ടാവില്ലല്ലോ. പ്രദർശയൻ വിശ്വജഗത് വിഭാഗാൻ, ലോകത്തിൻ്റെ പ്രധാന ഭാഗങ്ങളെല്ലാം കാണിച്ചു കൊടുത്തു ഭഗവാൻ. ലോകത്തിൻ്റെ പ്രധാന കാര്യങ്ങളെല്ലാം കാണിച്ചു കൊടുത്തുകൊണ്ട് ഈ തോണി വലിച്ച് നീങ്ങാൻ തുടങ്ങി. ഭഗവത് പാദപത്മത്തോടു കൂടി ചേർത്ത് കെട്ടിയത് കൊണ്ട് അതിന് യാതൊരു തകരാറും ഉണ്ടായില്ല. അതാണ് പ്രദർശയൻ വിശ്വജഗത് വിഭാഗാൻ. എത്ര ലോകമുണ്ടോ അത്രയും ലോകങ്ങളിലൊക്കെ കാണിച്ചു കൊടുത്തുകൊണ്ട് സംസ്തൂയമാനോ നൃവരേണതേന, ആ സമയത്ത് മഹർഷിമാരാൽ സ്തുതിക്കപ്പെട്ടതായിട്ടുള്ള ഭഗവാനെ ജ്ഞാനം പരഞ്ചോപതിശന്നചാരി, സ്തുതിക്കപ്പെട്ടപ്പോൾ ഭഗവാൻ അവർക്ക് പ്രപഞ്ച തത്വങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്തു, സത്യവ്രതനും ബാക്കി മഹർഷിമാർക്കും. അതാണ് മത്സ്യപുരാണം എന്ന പേരിൽ വിഖ്യാതമായത്. 14,000 ശ്ലോകങ്ങളുള്ള മത്സ്യപുരാണം ആയിട്ട് മാറിയത് ഈ സമയത്ത് ഭഗവാൻ സത്യവ്രതന് പറഞ്ഞു കൊടുത്ത ആ സംഗതികളാണ്. 14,000 ശ്ലോകമുള്ള മത്സ്യപുരാണം ആയത്. തരാന്ത്വതാദേശകരീമവാപ്താം നൗരൂപിണീം ആരുരുകർത്തതാ തേ തക്കമ്പകംബ്രേഷു ജതേഷു ഭൂയ തമംബുധേരാവിരഭൂത്മകൻ. അതിന് മുമ്പത്തെ ശ്ലോകമാണ് കേട്ടോ, സോറി. ശശാകൃതിം യോജനലക്ഷദീർഘാം ദദാനമുച്ചേത്തര തേജസന്ത്വാം നിരീക്ഷതുഷ്ടാപുനയസ്ത്വദുക്തിയ തത്തുംഗശൃംഗേ തരണിംബന്ധു. ഭാഗവത്തിലെ ശ്ലോകം ഏകാദശത്തിൽ 21-ാമത്തെ അധ്യായത്തിൽ നിർദേഹമാദ്യം സുലഭം സുദുർലഭം പ്ലവം സുകൽപ്പം ഗുരുകർണധാരം മയാനുകൂലേന നഭസ്വതേരിതം പുമാൻ ഭവാബ്ദിം ന തരേത്സാത്മഹ. മനുഷ്യ ശരീരമായിട്ടുള്ള ഈ തോണി കിട്ടിയിട്ട്, ഈ തോണി ഭഗവാൻ തന്നത് കിട്ടിയിട്ട് ഭഗവത് പാദപത്മത്തോട് ചേർത്ത് കെട്ടി എങ്ങനെയെങ്കിലും ഈ സമുദ്രം തരണം ചെയ്യാൻ നോക്കാത്തവൻ എത്ര വലിയ വീട്ടിയാണെന്ന് പറയണം. അപ്പോൾ ഈ സൗകര്യം തന്നിട്ടേ, പ്രളയം മാത്രമല്ലല്ലോ നമുക്ക് തന്നത്, അതിന് കടക്കാനുള്ള മാർഗം തന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും നോക്കാതെ പിന്നെ ഇതിൽ മുങ്ങി പൊങ്ങാൻ ആഗ്രഹിക്കുന്നവൻ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നവൾ എത്ര മൂഢൻ അല്ലെങ്കിൽ മൂഢയാണ് എന്നുള്ള ആശയം തന്നെ ഇവിടെ നിരീക്ഷ്യ തുഷ്ടാമുനയത്വദുക്തിയ ത്വത്തുംഗശൃംഗേ തരണീംബന്ധു ആകൃഷ്ടനൗകോ മുനിമണ്ഡലായ പ്രദർശയൻ വിശ്വജഗത് വിഭാഗാൻ
സംസ്തൂയമാനോ നൃപരേണ തേന ജ്ഞാനം പരം ചോപദിശന്നചാരി. അതാണ് മത്സ്യപുരാണമായിട്ട് ആ സ്തുതിയൊക്കെ പറയുന്നുണ്ട്. എന്നുവെച്ചാൽ അനാദ്യവിദ്യോപകഥാത്മസംവിധ തത്താണ് മൂലസംസാര പരിശ്രമാതുര. ഏത് കാലം മുതൽക്ക് ലോകമുണ്ടോ അപ്പോൾ വിദ്യയുണ്ട്, അവിദ്യയുണ്ട്, ജ്ഞാനമുണ്ട്, അജ്ഞാനമുണ്ട്. അതിൽ അധികം ആളുകളും സാധാരണ അജ്ഞാനത്തിലാണ് കുടുങ്ങി നശിക്കുക, മുങ്ങുക. അങ്ങനത്തെ അവർക്ക് ഗുരുവാണല്ലോ സർവേശ്വര ഭഗവാൻ എന്ന് പറഞ്ഞിട്ടൊക്കെയാണോ സ്തുതി. ഈ സ്വർണം അഗ്നിയിലിട്ട് ചുട്ടുപഴുപ്പിച്ചാൽ എങ്ങനെയാണ് കൂടുതൽ കൂടുതൽ ശുദ്ധമാവുക, തിളങ്ങുന്നത്, വെട്ടി തിളങ്ങും ഇല്ലേ? അതുപോലെ സത്സംഗം കൊണ്ടും ഈശ്വരചിന്ത കൊണ്ടും നമ്മുടെ മനസ്സ് രാഗദ്വേഷാദികൾ നീങ്ങിത്തിളങ്ങുന്നു. അങ്ങനൊക്കെ സ്തുതി കുറേ ഉണ്ട്. 2-3-4 നല്ലൊരു സ്തുതിയാണ് സത്യവ്രതൻ്റെ ആ ഒരു സ്തുതി. അതെല്ലാം ഭഗവാൻ കേട്ട് സന്തോഷിച്ചിട്ടാണ് എന്ത് ചെയ്തത്. അതായത് വിദ്യ പരമഗുരുവാണ്. ഗുരു അങ്ങ് അറിവില്ലാതെ ഈ സംസാരത്തിൽ തപ്പിത്തടയുന്നവർക്ക് ഗുരുവാണല്ലോ അങ്ങ്. കണ്ണില്ലാത്തവർക്ക് അച്ചറ്റുരന്തസ്ഥേതാഗ്രണി എന്നാ പറയണത്. കണ്ണില്ലാത്തവർക്ക് കണ്ണായിട്ട് ഭവിക്കുന്നവനാണല്ലോ അങ്ങ് എന്നൊക്കെ പറഞ്ഞ് തുതിച്ചതിനാണ് മറുപടിയായിട്ട് മത്സ്യപുരാണം. ഈ ലോകത്തിൻ്റെ എല്ലാ രഹസ്യങ്ങളും ഭഗവാൻ മത്സ്യരൂപിയായിട്ട് ഉപദേശിച്ചു കൊടുത്തു. അത് മത്സ്യപുരാണം എന്ന രീതിയിലൊരു പുരാണമായിട്ട് ലോകത്തിൽ നിലനിൽക്കുകയും ചെയ്തു. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.